ഇറാൻ US ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മേഖലയിൽ സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ വീടുകൾ ഉപരോധിച്ച കുടിയേറ്റക്കാർക്ക് പിന്തുണയുമായി ഇസ്രായേൽ കൂടുതൽ സൈന്യത്തെ ഖുസ്ര ഗ്രാമത്തിലേക്ക് അയച്ചു. ഇറാന്റെ ആണവായുധ നിരോധ നീക്കങ്ങളിൽ സഹകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം ചുരുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. ഇതോടൊപ്പം തന്നെ ഗാസ സമാധാന കരാർ അംഗീകരിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് സമാധാന ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാരദ് കുഷ്ണറുമായി ഈജിപ്തിൽ വെച്ച് നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഹമാസിന്റെ ഈ പ്രതികരണം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നന്ദനയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, ഇന്ന് ഇറാൻ US സമാധാന കരാർ അവസാനിക്കുകയാണ്. ഈ ഒരു സമാധാനം നിലനിൽക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഒപ്പം ജാരദ് കുഷ്ണറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും കൂടി പറയാമോ? സമാധാനം ഇരു വിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറാണ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കാലാവധി ഇന്ന് കഴിയുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ധാരണാപത്രത്തിൻ്റെ കാലാവധി നീട്ടുന്ന കാര്യത്തിലോ അതോ പുതിയ ഒരു കരാറിലേക്ക് കടക്കുന്ന കാര്യത്തിലോ ഇതുവരെ രണ്ടു രാജ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒരു തരത്തിലുള്ള ധാരണയിലും എത്തിയിട്ടില്ല. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഖുസ്ര ഗ്രാമത്തിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇസ്രായേലി കുടിയേറ്റക്കാർ 3 ഫലസ്തീൻ വീടുകൾ ഉപരോധിച്ചിരിക്കുന്ന ഒരു ഗുരുതര സാഹചര്യമുണ്ട്. ഈ ഉപരോധത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രായേൽ ഭരണകൂടം ഖുസ്രയിലേക്ക് കൂടുതൽ സൈനികരെ അയച്ചതായാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇവിടെ ഏതു സമയത്തും വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങൾ നടക്കാമെന്നും പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു നിർണായക നീക്കം ഇതുമായി ചേർത്ത് പറയാനുള്ളത് ദക്ഷിണ കൊറിയയുമായി ചേർന്ന് US സൈന്യം നടത്താറുള്ള വാർഷിക സൈനികാഭ്യാസങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്റഗണിന് നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ ആണവായുധ നിരോധന നീക്കങ്ങളിൽ സിയോൾ ദക്ഷിണ കൊറിയയുടെ ക്യാപിറ്റലാണ്. സിയോൾ അമേരിക്കയ്ക്കൊപ്പം ചേരാൻ വിസമ്മതിച്ചതാണ് ഇപ്പോൾ ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പരമ്പരാഗത സഖ്യകക്ഷികളായ അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ നിലനിൽക്കുന്ന ഈ വിയോജിപ്പ് കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. ഇതുമായി ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈജിപ്തിലെ അലാമൈനിൽ വെച്ച് നടന്ന നിർണായകമായ രാഷ്ട്രീയ കൂടിക്കാഴ്ച. ഹമാസ് രാഷ്ട്രീയ മേധാവി ഖലീൽ അൽഹയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം US പ്രസിഡന്റ് ട്രംപിന്റെ മരുമകനുമായ മുൻ ഉപദേശകനും കൂടിയായ ജാരദ് കുഷ്ണറുമായാണ് ഈ ഒരു കൂടിക്കാഴ്ച ഈജിപ്തിലെ അൽമനൈവിൽ വെച്ച് നടന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ നിർദ്ദിഷ്ട ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഇസ്രായേലിനെ അടിയന്തരമായി നിർബന്ധിക്കണമെന്ന് ബോർഡ് ഓഫ് പീസിനോട് ഹമാസ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുപോലെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോർമൂസ് കടലിടുപ്പിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച വെറും 5 കപ്പലുകൾ മാത്രമാണ് കടലിടുക്ക് കടന്നുപോയത്. ഞായറാഴ്ച ഒരു കപ്പൽ പോലും ഇതുവഴി കടന്നു പോയിട്ടില്ല എന്നതും വളരെ നിർണായകമായ ഒരു കാര്യമാണ്. മുൻ ആഴ്ചകളിൽ 31 കപ്പലുകൾ വരെ ഈ ഒരു പാതയിലൂടെ കടന്നുപോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കപ്പൽ പോലും ഈ വഴി സഞ്ചരിക്കാത്ത ഒരു സാഹചര്യമുള്ളത്. UAE കപ്പലുകൾക്ക് നേരെ ആക്രമണം കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ ഓയിൽ കമ്പനി അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ 3 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഗതാഗതത്തിൽ ഈ ഒരു വൻ ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ അമേരിക്ക തങ്ങൾ മുന്നോട്ട് വെച്ച കർശന നിബന്ധനകൾ അംഗീകരിക്കാതെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി വ്യക്തമാക്കിയ ഒരു സാഹചര്യവും നിലവിലുണ്ട്. നിലവിൽ എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സമാധാനത്തിലേക്കോ നീങ്ങാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇപ്പോൾ ഈ സമാധാന കരാർ കൂടി അവസാനിച്ച ഒരു സാഹചര്യത്തിൽ ഇനി ഈ സ്ഥിതിഗതികൾ രൂക്ഷമാവാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ശരി, നന്ദന രാജനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.